Hi, I'm Shweta Jairam, your very own Miss Queen of India 2025. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ ലൈഫിൽ. നമ്മൾ ക്രൗൺ വിൻ ചെയ്യുന്ന ഒരു മൊമെന്റ്, കുറേ ഇങ്ങനെ പോപ്പേഴ്സ് ഒക്കെ നമ്മുടെ മേത്ത് വീഴുക, അത് ഞാൻ ഒരുപാട് വർഷമായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഉറങ്ങാൻ പോകുമ്പോൾ. അപ്പോൾ അത് റിയാലിറ്റിയിൽ വരുമ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്. കാരണം ആ ഒരു മൊമെന്റ് എൻ്റെ കംപ്ലീറ്റ് ജേർണി ഐ ജസ്റ്റ് കുഡ് സീ ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഐസ്. എന്നിട്ട് നമുക്കിങ്ങനെ ഇമോഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ അല്ലേ, ഹാപ്പി ടിയേഴ്സ്. അതായിരുന്നു ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഞാൻ ആ ലാസ്റ്റ് മൊമെൻറ്റ് വരെയും എനിക്ക് ഷുവർ അല്ലായിരുന്നു എനിക്കായിരിക്കും അല്ലയോ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കോമ്പറ്റീഷനാണ്, ഇതിന് മുന്നേ ഒരുപാട് പ്രാവശ്യം കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്കത് ഐ ലോസ്റ്റ് എന്നൊക്കെ പറയാം. പക്ഷേ ഭയങ്കര എൻ്റെ മെമ്മറിയിൽ ഭയങ്കര എച്ച്ഡ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണത്. ആൻഡ് ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കും അതിന്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫാഷൻ എന്നുള്ളൊരു വേൾഡിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യൂട്യൂബിൽ ഈ മോഡലിങ്ങിനെ പറ്റിയും ആക്ടിങ്ങിനെ പറ്റിയൊക്കെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ റെക്കമെൻഡേഷനിൽ മിസ് ഇന്ത്യയുടെ എപ്പിസോഡ്സ് വന്നു, 2016 മിസ് ഇന്ത്യയുടെ എപ്പിസോഡ്സ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ എന്നെ ആക്ച്വലി അട്രാക്ട് ചെയ്ത ആ ക്രൗണിങ് മൊമെൻറ്റോ ഒന്നുമല്ല, അതിന് മുന്നേ അടങ്ങുന്ന ആ ഒരു ഗ്രൂമിങ് പ്രോസസ്സാണ്. കാരണം അതിലൂടെ കടന്നു പോയിട്ട് പുറത്ത് വരുന്ന പെൺകുട്ടികൾ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ ലൈഫ് ചേഞ്ച് ആയതും അല്ലെങ്കിൽ അവരെ പറ്റി കുറേ പഠിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ എനിക്ക് ഓക്കെ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകണം. പിന്നെയാണ് പാജൻസിനെ പറ്റി കുറേ അധികം യൂട്യൂബിൽ കണ്ടതും മിസ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ് പെഗസസ് നടത്തുന്നൊരു പാജൻ്റ് ഉണ്ടെന്നൊക്കെ അറിയുന്നതും അപ്പോഴാണ്. അങ്ങനെയാണ് ഞാൻ മിസ് സൗത്ത് ഇന്ത്യയിലേക്കും മിസ് ക്വീൻ ഓഫ് ഇന്ത്യയിലേക്കൊക്കെ വരുന്നത്. ആൻഡ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു ട്രാൻസ്ഫർമേഷൻ എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാടധികം എന്നെ മാറ്റിയത്. ഇപ്പോൾ എനിക്കിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് തന്നതും പാജൻസ് ആണ്. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ഇപ്പം നമുക്കൊരു നോ പറയാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ആരാണെന്ന് എക്സ്പ്രസ് ചെയ്യാനാണെങ്കിലും പാജൻസ് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷനും. ഞാൻ 11 പാജൻസ് ടോട്ടലി ഈ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ കൂടെ പറയുകയാണെങ്കിൽ 11 പാജൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും കൂടുതൽ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ നമുക്കിവിടെ ₹1 പോലും ഗ്രൂമിങ് ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം പല പാജൻസിലും ഒരുപാടധികം പൈസ കൊടുത്തിട്ടാണ് ഇന്നും കുറേ പെൺകുട്ടികൾ പോകുന്നത്. ആൻഡ് ₹1 കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിലോ നമുക്ക് കിട്ടുന്ന ഗ്രൂമിങ് പ്രോസസ്സിലോ പ്രൊഡക്ഷൻ വാല്യൂലോ ക്രൗൺസിലോ പ്രൈസസിലോ ഒരു രീതിയിലും ഒരു കൈൻഡ് ഓഫ് കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രത്യേകത. സെക്കൻഡ്ലി, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനറലി നമ്മൾ വെയർ ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്വിം വെയറുള്ള കോമ്പറ്റീഷൻസ്, ബിക്കിനി റൗണ്ടുള്ള കോമ്പറ്റീഷൻസിലേക്ക് ആൾക്കാർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പെഗസസ് ഇസ് ദി ഓൺലി ഓർഗനൈസേഷൻ ഇവരുടെ ഇൻ്റർനാഷണലും നാഷണൽ പാജൻസിലും ബിക്കിനി റൗണ്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. ആൻഡ് പെഗസസിൽ വരുന്ന എല്ലാവരും ഇതൊരു ഫാമിലി ആവും എന്നുള്ളത് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം അജിത് സർ ആയിക്കോട്ടെ, ജബിത മാം ആയിക്കോട്ടെ, നമ്മുടെ എൻ്റയർ പെഗസസ് ടീം നമുക്കൊരു ഫാമിലി പോലെയാണ്. നമ്മുടെ ആ പാജൻസിൽ വരുമ്പോൾ നമുക്കൊരു വീട്ടിൽ വന്നൊരു പ്രതീതിയാണ്. അതുകൊണ്ടാണ് മിസ് ക്വീൻ ഓഫ് ഇന്ത്യ സെക്കൻഡ് ടൈം ഞാൻ ചെയ്തപ്പോഴും ഐ വാസ് വെരി കംഫർട്ടബിൾ. കാരണം സ്റ്റേജിൽ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ഏരിയ ആണെന്ന് നമുക്ക് തോന്നും. ആ ഒരു കംഫർട്ട് ലെവൽ നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് എനേബിൾ ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ആൻഡ് നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പാജൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പാജൻറ്റാണ് പെഗസസിൻ്റെ പാജൻസ്. എൻ്റെ ഫൈനൽ ആൻസറിലും ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ശബ്ദമാണ് എൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി. ആൻഡ് മിസ് ക്വീൻ ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ്, പെഗസസിൻ്റെ ബ്രാൻഡായിട്ട് ഞാൻ ഒത്തിരി അലൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാല്യൂ സിസ്റ്റം. അതുകൊണ്ട് തന്നെ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ഞാൻ പ്രൊമോട്ട് ചെയ്യുക ഡെഫിനറ്റ്ലി ആസ് എ വോയിസ്. അതിപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ കോസസിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന NGOസിന് വേണ്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലും ഐ തിങ്ക് അതിൻ്റെ ഒരു ഭാഗമാണ്. ആൻഡ് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അറ്റ് ദ സെയിം ടൈം ഞാൻ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ ത്രൂ ദാറ്റ് എനിക്ക് മാക്സിമം ഞാൻ മിസ് ക്വീൻ ഓഫ് ഇന്ത്യനെ പ്രൊമോട്ട് ചെയ്യും ആസ് എ പാജൻ ദാറ്റ് ഹാസ് ഗിവൺ മീ എൻ ഓപ്പർച്യൂണിറ്റി. കാരണം എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, എനിക്ക് ആ വേദി തന്നത് മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ ഞാൻ സെറ്റ് ദ സ്റ്റേജ് എന്ന് പറഞ്ഞൊരു ഗ്രൂമിംഗ് സ്കൂളുണ്ട്. അവിടെയും ഞാൻ ഏത് സ്റ്റുഡൻറ്റ് വന്നാലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് എപ്പോഴും പറയാറ് മിസ് ക്വീൻ കേരള, മിസ് സൗത്ത് ഇന്ത്യ, മിസ് ക്വീൻ ഓഫ് ഇന്ത്യ. കാരണം അതിൽ പോയിട്ടുണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ്. കാരണം ഒരുപാട് പേർക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണം, ഈ ഫീൽഡിലേക്ക് വരണം, പക്ഷേ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ വരണം എന്നറിയില്ല, സേഫ് ആണോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവും. അതെല്ലാം ടിക്ക് ചെയ്യുന്ന, എല്ലാ ബോക്സും ടിക്ക് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് പാജൻ്റാണ് പെഗസസിൻ്റെ പാജൻറ്റ്. സെക്കൻഡ് ടൈമാണ് ഞാൻ മിസ് ക്വീൻ ഓഫ് ഇന്ത്യയിലേക്ക് വരുന്നത്. കഴിഞ്ഞ 2022 ഞാൻ മിസ് ക്വീൻ ഓഫ് ഇന്ത്യ ചെയ്തത്. അപ്പോൾ എനിക്ക് സോണൽ ടൈറ്റിലാണ് കിട്ടിയത്, നമ്മുടെ സൗത്ത് സോൺ ടൈറ്റിലാണ് കിട്ടിയത്. ടോപ്പ് 3 വരാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് വിചാരിച്ചു ഓക്കെ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടും കുറേ പാജൻസ് ചെയ്തു,
പക്ഷേ എവിടെയൊക്കെയോ നമ്മൾ ആ അറ്റം വരെ എത്തും, ബട്ട് ഫസ്റ്റ് റണ്ണറപ്പ് ആവും, അല്ലെങ്കിൽ സെക്കൻഡ് പ്രൈസ് കിട്ടും, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രതീതിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് പാജൻസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് അജിത് സാറിൻ്റെ കോൾ വരുന്നതും മിസ് ക്വീൻ ഓഫ് ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ദൈവമായിട്ട് വിളിച്ചതുപോലെ എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്ന് തന്നെ പറയാം. എൻ്റെ കോൺഫിഡൻസ് ലെവൽസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ എനിക്ക് ഏറ്റവും വലിയ ചാലഞ്ചും എൻ്റെ ആ ഒരു ഫിയർ ഓവർകം ചെയ്യാനാണ്. പിന്നീട് നമ്മൾ തോക്കുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ലൈഫിലുണ്ടാവും. അത് ഏതൊരു കോമ്പറ്റീഷന് പോകുന്ന ആൾക്കും നോർമലി വരുന്നൊരു പേടിയാണ്, നമ്മൾ ജയിക്കുമോ തോക്കുമോ, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെ. പക്ഷേ ആ ഫിയറിനെ നമുക്ക് സബ്സൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ ഫിയറിനെ ഓവർകം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്തും നേരിടാമെന്ന് ഞാൻ പറയും. കാരണം ഇഫ് ഐ ക്യാൻ ഡു ഇറ്റ്, യു സർട്ടൻലി ക്യാൻ. ബി യോർ സെൽഫ്, അത് 2 വാക്കേ ഉള്ളൂ. ആൻഡ് എല്ലാവരും പറയുന്നൊരു ടേം ആയിരുന്നു. എനിക്കത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഈ ബി യോർ സെൽഫ്? നമ്മളെപ്പോഴും നമ്മളായിട്ട് തന്നെ ഇരിക്കുക. പക്ഷെ ഒരു പാജൻറ്റിലേക്ക് പോകുമ്പോൾ, ഒരു കോമ്പറ്റീഷനിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, നമ്മൾ അവിടെ ഒരുപാട് ഫാക്ടേഴ്സിൽ ജഡ്ജ് ചെയ്യപ്പെടുമ്പോൾ നമ്മളെപ്പോഴും ഒരാളെ ഇംപ്രസ് ചെയ്യണം എന്നുള്ളൊരു ലെവലിലേക്ക് അത് വരും. പക്ഷെ നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ എഫേർട്ട് ഇടുകയാണ്, ആൻഡ് നിങ്ങൾ അവിടെ പോകുന്നതിനൊരു റീസൺ ഉണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ജേർണി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഈസിയർ ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളാണ് അവിടെ പോകുമ്പോൾ ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ആസ് എ പേഴ്സൺ ആണ് അവിടെ അവർ ജഡ്ജ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നമ്മുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ നിങ്ങളായിട്ടിരുന്ന് നിങ്ങളുടെ ഒരു ട്രൂ ഒത്തൻറ്റിക് സെൽഫ് അവിടെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ പരം ഒരു വിജയം ലൈഫിൽ വേറെ ഒന്നും കിട്ടാനില്ല. ഏറ്റവും ഫണ്ണായിട്ടുള്ളൊരു ആസ്പെക്റ്റ് ബാക്ക് സ്റ്റേജ് ആണ്. പക്ഷെ അതിലുപരി നമ്മൾ ഗ്രൂമിങ് സെഷൻസിന് പോകുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മളെല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആരാണെന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടിക്ക് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ ദിസ് കണ്ടസ്റ്റൻസ് ലൈക്ക് ഭയങ്കര ഇത്. പക്ഷെ അവരൊക്കെ ആക്ച്വലി പാവമായിരിക്കും. നമ്മൾ ഈ വിചാരിക്കും ഓക്കെ ഇങ്ങനെ ഒരു പുതിയ സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്താ ചെയ്യണമെന്നൊന്നും അറിയില്ല. സോ ഐ തിങ്ക് ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഭയങ്കര ഫണ്ണാണ്. അതെനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് അറിയാത്തൊരു പ്രോസസ്സാണ് ഈ ഗ്രൂമിങ്. എല്ലാവരും സ്റ്റേജിൽ വരുന്ന മാത്രമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ സ്റ്റേജിൽ ക്രൗൺ നേടുന്ന മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതിലുപരി ഈ ഒരു പ്രോസസ്സ് വേർ ദീസ് ഗേൾസ് ഗെറ്റ് ടുഗെദർ, ഈ പെൺകുട്ടികൾ ഒരുമിച്ച് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത്, നമുക്ക് ചില സമയത്ത് രാത്രിയൊക്കെ നമ്മൾ ഒരുമിച്ചായിരിക്കും ഒരു റൂമിൽ, എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു റൂമിൽ വരും, നമ്മൾ ഡിസ്കസ് ചെയ്യും കാര്യങ്ങൾ, നമ്മൾ ടാലൻറ്റ് റൗണ്ട് ഹെൽപ്പ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ബോണ്ടിങ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസകരമാണ്. എനിക്ക് എൻ്റെ ആദ്യം മിസ് സൗത്ത് ഇന്ത്യയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോ-കണ്ടസ്റ്റൻസ് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുണ്ട്. സോ ആ ഒരു ബോണ്ടിങ് ആണ് ഏറ്റവും രസകരമായൊരു ഫൺ ആസ്പെക്ട് ഓഫ് പാജൻറ്റ്. ഐ തിങ്ക് എന്നെ സ്വാധീനിച്ചൊരു വ്യക്തി എന്ന് പറയാൻ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഒരുപാട്, ഞാനിങ്ങനെ വെറുതെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നും. കുറേ പേരുണ്ട്, പക്ഷെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഐ തിങ്ക് എൻ്റെ അമ്മയായിരിക്കും. എനിക്ക് ആലിയ ഭട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. ആൾ ഇന്ത്യയിലും ഇൻ്റർനാഷണലും ക്യാരി ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി എനിക്കും ചേച്ചിക്കും ഒരു ഇറേസർ കളക്ഷൻ ഉണ്ട്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ തുടങ്ങിയൊരു കാര്യമാണ്. നമുക്കിപ്പോൾ 500 ടൈപ്പ് ഓഫ് ഇറേസർ ഉണ്ട്, പല ഷേപ്പ് ആൻഡ് സൈസസ്. ആൻഡ് ഒരു പ്രാവശ്യം നമ്മൾ കൊച്ചു ടി വിയിൽ അതിൻ്റെ ഒരു എപ്പിസോഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാർക്കും അറിയില്ല തോന്നുന്നു എന്നെ പറ്റി. എനിക്ക് ബീച്ച് ഡെസ്റ്റിനേഷൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിവേ ദർ ഇസ് എ ബീച്ച്, മാൾഡീവ്സ്, ബാലി, ഇതൊക്കെ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻസ് ആണ്. ഹോബി എനിക്ക് ഹീലിട്ട് നടക്കാം ഭയങ്കര ഇഷ്ടം. ഞാൻ എന്തെങ്കിലും ഡൗൺ ആയിരിക്കുകയാണെങ്കിൽ ഞാൻ ഹീലിടും, നല്ലൊരു ബ്ലാസ്റ്റിംഗ് മ്യൂസിക് വയ്ക്കും, ഐ ജസ്റ്റ് വാക്ക്. ഐ എൻജോയ് ദാറ്റ് സോ മച്ച്. മിസ് ക്വീൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു വേദി എനിക്ക് ദൈവമായിട്ട് തന്നതാണ്. ആൻഡ് പെഗസസ് ആൻഡ് അജിത് സർ, ജബിത മാം ആൻഡ് എൻറ്റയർ പെഗസസ് ടീമിനോട് ഞാൻ എന്നും താങ്ക്ഫുൾ ആയിരിക്കും ആൻഡ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഈ ഒരു ജേർണി എനിക്ക് അത്ര ഈസി ആയിരുന്നില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ലോകത്തിന് മുന്നിൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് കാണിക്കുക എന്ന് പറയുന്നത് വളരെയധികം അത് വൾണറബിൾ ആവുക എന്നുള്ളത് അത്ര ഈസി അല്ല. കാരണം ഓരോ പ്രാവശ്യം ഒരു കോമ്പറ്റീഷന് പോകുമ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ ഞാനിങ്ങനെ പോകുന്നുണ്ടെന്ന് പറയും. പിന്നീട് അത് കിട്ടാത്തപ്പോൾ നമ്മൾ ആൾക്കാർ ചോദിക്കും നമ്മുടെ അടുത്ത് കിട്ടിയോ, എന്തായി, യു ഡിസേർവ്ഡ് ഇറ്റ്, അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യാന്നുള്ളത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ലൈഫിൽ നമുക്ക് എന്ത് ആഗ്രഹമുണ്ടോ അതിനെ പെർസ്യൂ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളത് ചെയ്തില്ലെങ്കിൽ വേറെ ആര് ചെയ്യും? ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ 20s ഒരുപാട് പെൺകുട്ടികളാണെങ്കിലും എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, പാരൻസിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എങ്ങനെ അത് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ റിസർച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തുകൊണ്ട് പാരൻസ് ചെയ്യണം എന്നുള്ളൊരു റീസൺ നിങ്ങൾ വരുത്തുക. അത് നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മോഡലിംഗ് ചെയ്യണം, സിനിമയിൽ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വോയിസ് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണം, എന്ത് റീസൺ ആണെങ്കിലും അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊരു റിയൽ ഗോൾ വയ്ക്കുക.
ആൻഡ് സെക്കൻഡ്ലി ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പാജൻസ് ആണ് പെഗസസിൻ്റെ മിസ് ക്വീൻ കേരള, മിസ് സൗത്ത് ഇന്ത്യ ആസ് വെൽ എസ് മിസ് ക്വീൻ ഓഫ് ഇന്ത്യ. കാരണം ₹1 പോലും ഗ്രൂമിംഗ് ഫീ മേടിക്കാതെ ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് തരാൻ പറ്റുക എന്ന് പറയുന്നത് ഐ തിങ്ക് ഓൺലി പെഗസസ് കെൻ ഡു ഇറ്റ്. കാരണം ഞാൻ വേറെ പാജൻസ് ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, നല്ല എക്സ്പീരിയൻസ് അല്ലാത്തതും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പെഗസസിൻ്റെ പോലെ ഒരു ഫാമിലി ഫീലിംഗ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടിയിട്ടില്ല. സോ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ഫോർ ദ നെക്സ്റ്റ് പാജൻറ്റ് ആൻഡ് യു കുഡ് ബി ദ നെക്സ്റ്റ് വിന്നർ.